ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു ഹർത്താൽ നടന്നിരുന്നു. ഏതാണ്ട് ആരാണ് പക്ഷേ അത് പ്രഖ്യാപിച്ചത് എന്നുള്ളതൊന്നും ജനത്തിന് വലിയ ധാരണകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ദളിത് സംഘടനകളാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അവർക്ക് വലിയ കരുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളൊക്കെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ല ശരിക്കും പറഞ്ഞാൽ CPM അല്ലെങ്കിൽ BJP ഒക്കെയാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നതെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ തന്നെ മദ്യ ഷോപ്പുകളിൽ വലിയ തിരക്കായിരിക്കും, ചിക്കൻ ഷോപ്പുകളിൽ വലിയ തിരക്കായിരിക്കും, ബീഫ് മേടിക്കാൻ വലിയ തിരക്കായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹർത്താൽ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജനം തയ്യാറെടുക്കും. പക്ഷേ ഇത്തവണ ഹർത്താൽ ഏതാണ്ട് തകരുമെന്ന് നമുക്ക് തലേദിവസം തന്നെ ഉറപ്പായിരുന്നു. കാരണം ഈ ഷോപ്പുകളിലൊന്നും വലിയ തിരക്ക് കണ്ടില്ല. അപ്പോൾ ആളുകളൊക്കെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആളുകളൊക്കെ ജോലിക്കിറങ്ങിയപ്പോൾ വലിയ തോതിലുള്ള അക്രമം ഈ ഹർത്താലിൻ്റെ അനുകൂലികൾ നടത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ നടത്തി എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം നിരവധി സ്ഥലങ്ങളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അങ്കമാലിയിൽ നിന്ന് യാത്ര ചെയ്ത് തിരുവല്ല വരെ വന്നിട്ടുള്ള ഒരു ദമ്പതികളെ, അവർ ക്യാൻസർ പേഷ്യൻ്റാണ്, അതിന് ചികിത്സിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മരിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന ഏതാണ്ട് വിവരക്കേടൊക്കെ തന്നെ കേട്ടു. കൂടാതെ 10 ദിവസം മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്കിത് അസുഖം വരാമായിരുന്നില്ലേ എന്ന് പറയുന്ന ചിന്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടു. ഇതിന് 2 ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കട്ടെ. ആ 2 ആസ്പെക്ട്സിൽ ഇത് ഹർത്താൽ നടത്തിയത് അനുചിതമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ ഹർത്താലിനോടുള്ള നമ്മുടെ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെ സമീപനം ഇതൊരു ദളിത് സംഘടനകൾ നടത്തിയത് കൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് 2 വള്ളത്തിൽ കാല് ചവിട്ടുന്നല്ല, ഈ 2 ആംഗിളുകളും ഇതിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിനെ ഒരു സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യണം. കാരണം വളരെ വസ്തുനിഷ്ഠമായി മാത്രം നിങ്ങളോട് സത്യം പറയുന്ന ഒരു ചാനലായിരിക്കും, ആരുടെയും പക്ഷം പിടിക്കാതെ എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് മന്ത്ലി ഒരു 179 359 ഒക്കെ അടച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ഒക്കെ എടുത്തുകൊണ്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മളുടെ GPay നമ്പറിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ഈ ഹർത്താൽ ദളിത് സംഘടനകളാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വരേണ്യ നമ്മുടെ ബോധം യഥാർത്ഥത്തിൽ ഈ ഹർത്താലിനെതിരായിരുന്നു. അത് അഞ്ചരക്കണ്ടി കോളേജിൽ ഇത് നടത്താനുള്ള കാരണം, അഞ്ചരക്കണ്ടി കോളേജിൽ നിതിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്, ജാതീയമായിട്ടുള്ള വിവേചനം നേരിട്ടതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ ജാതീയമായിട്ടുള്ള വിവേചനം നേരിട്ടത് തന്നെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വിവേചനം നേരിട്ടിരുന്നു എന്നുള്ളത് കൃത്യമാണ്. റാം എന്ന് പറയുന്ന അധ്യാപകൻ വളരെ മോശമായി പെരുമാറി എന്നുള്ളതും കാര്യമാണ്. അദ്ദേഹവും ഒരു പട്ടികജാതിക്കാരനാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലെ പെരുമാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു സ്ത്രീ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു ടീച്ചർ. ആ ടീച്ചർ പരാതി കൊടുത്തത് അവരുടെ പേര് ഈ പറയുന്ന അർജുൻ കൊടുത്തു ഈ ലോൺ ആപ്പുകാർക്ക് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അവർ പരാതി കൊടുത്തത്. അല്ലാതെ മറ്റ് പരാതികളൊന്നും അവർക്കെതിരെ ഇല്ല. അവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ റാം ഇപ്പോഴും ഒളിവിലാണ്, റാമിനെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പോലീസിൻ്റെ അനാസ്ഥയാണ്, വീഴ്ചയാണ് എന്നുള്ളതാണ് ഈ ഹരിജൻ ദളിത് സംഘടനകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സണ്ണിയം കപിക്കാട് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതൊരു UDF സ്പോൺസേഡ് ഹർത്താൽ കൂടിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആശാസമരമൊക്കെ നടത്തിയപ്പോൾ മറ്റുള്ള ആളുകളെ കൊണ്ട് സമരം നടത്തുകയും അതിൻ്റെ ചീത്തപ്പേര് താങ്കൾക്ക് വരാതിരിക്കുകയും എന്നാൽ ഗുണം താങ്കൾക്ക് കിട്ടുകയും ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആശാസമരമൊക്കെ ഏതാണ്ട് UDF സ്പോൺസേഡ് ആയിട്ടുള്ളൊരു സമരമായിരുന്നു. അതുപോലെ തന്നെ ഇതും ഒരു UDF സ്പോൺസേഡ് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം പിണറായി വിജയനും CPM ഒക്കെ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയതും ഇതിൻ്റെ പുറത്ത് സമരം നടത്തിയതും. ഈ ഹർത്താലിനൊന്നും ആവശ്യമില്ല. ഇതിനെതിരെ അവിടെ പോലീസ് ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണമൊന്നുമില്ല. പോലീസ് കൃത്യമായിട്ട് നടപടി എടുക്കേണ്ടതാണ്. ജാതീയമായിട്ടുള്ള വിവേചനം ഉണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. അതിന് മറ്റു പല സമരമാർഗ്ഗങ്ങളും ഒക്കെ തന്നെ ആലോചിക്കാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ അഭിപ്രായം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു ഹർത്താൽ ദളിത് സംഘടന നടത്തിയാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു വരേണ്യ ബോധം ഇവർക്കെതിരെ നിൽക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. കാരണം ഇത്തരത്തിലുള്ള ഇപ്പം ഇതിനെ പോലെയുള്ള ആളുകളോടൊന്നും വലിയ തോതിലുള്ള ഒരു വൈകാരിക അടുപ്പമോ വൈകാരിക വിക്ഷോഭമോ ഒന്നും മലയാളികൾക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ദുഃഖം തോന്നി. ദുഃഖം തോന്നേണ്ടതാണ്.
ആ പെൺകുട്ടി ഒരു ആയുർവേദ ഡോക്ടറാകാൻ വേണ്ടി പഠിച്ച അവസാന വർഷത്തേക്ക് എത്തിയതായിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി വലിയ സമ്പന്നയായിട്ടുള്ള കുട്ടിയായിരുന്നു. യാരിസ് കാറ് കൊടുത്തതാണ് സ്ത്രീധനമായിട്ട്. കൂടാതെ 80 പവൻ സ്വർണം കൊടുത്തതാണ്. 1.25 ഏക്കറോളം സ്ഥലം കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ഥലമൊക്കെ കൊടുത്തിട്ടും ഒരു പെൺകുട്ടിക്ക് ഈ ബുദ്ധിമുട്ട് വന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെ അമ്മമാർക്കും അതുപോലെ മിക്ക ആളുകൾക്കൊക്കെ തന്നെ വലിയ വിഷമമായി മാറിയത്. അതേസമയം നമ്മൾ അറിയേണ്ടത് വാളയാറിലെ പെൺകുട്ടി മരിക്കുമ്പോൾ, പെൺകുട്ടികൾ 2 പേര് മരിക്കുമ്പോൾ നമുക്ക് ഈ വലിയ ദുഃഖമൊന്നും തോന്നാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പെട്ടിമൂടിയിൽ ദുരന്തമുണ്ടായി ഒരു ദിവസം കിടന്നുറങ്ങുന്ന പാവപ്പെട്ട ആളുകൾ, തലമുറകളായി തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട് ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിലേക്ക്, അവരുടെ മുകളിലേക്ക് ഒരു ദിവസം രാത്രി കുഞ്ഞുമായിട്ട് ഈ പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുമ്പോൾ, ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വപ്നം കണ്ടു കിടന്നുറങ്ങുമ്പോൾ മണ്ണ് മൂടി അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ജീവൻ എടുക്കുന്നതൊന്നും നമുക്ക് അത്ര വൈകാരികമായി തോന്നാറില്ല. അതൊരു പ്രത്യേകതരം വൈകാരികതയാണ്. അതുപോലെ ആദിവാസി കുട്ടികൾ പ്രസവത്തിൽ അമ്മമാർ മരിച്ചു പോയാലോ, കുട്ടികൾ മരിച്ചു പോയാലോ, അല്ലെങ്കിൽ അവർക്ക് പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നതൊന്നും തന്നെ നമ്മുടെ മാധ്യമ പുലികൾക്കൊന്നും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിവേചനവും ഇതിൻ്റെ പുറത്തുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ദളിത് സംഘടനകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിങ്ങൾക്ക് ആ സമരം, ഹർത്താൽ പോലൊരു സമരത്തെ വിജയിപ്പിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഇതിനാകെ സപ്പോർട്ട് ചെയ്തിരുന്നത് SDP എന്ന് പറഞ്ഞ സംഘടനയാണ്. SDP പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു, പക്ഷെ അവരൊന്നും ചെയ്തില്ല. കാരണം അവർക്കൊരു തിക്താനുഭവമുണ്ട്. പണ്ട് അവരാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി SDP-യും PFIയും ഒക്കെ കേരളത്തിലൊരു ഹർത്താൽ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഹർത്താൽ നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ആളുകളെ തടയേണ്ടി വരും. ആളുകളെ തടഞ്ഞതിൻ്റെ ഒരു രംഗമാണ് ഞാൻ പറഞ്ഞത്. അങ്കമാലിയിൽ നിന്ന് മറ്റേ തിരുവല്ലയിൽ എത്തിയിട്ടുള്ള ആളുകളെ തടയുകയും അവരോട് ഇന്ന് തന്നെ ചികിത്സിക്കാൻ പോകണോ ഇല്ലെങ്കിൽ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ ചെയ്യുകയും ചെയ്തത്. ഇതൊക്കെ തന്നെ നമ്മുടെ ആളുകൾ കണ്ടു നിന്നു എന്നുള്ളത് നമുക്ക് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ കണിയാപുരത്ത് വെച്ചിട്ട് വാഹന ഗതാഗതം തടയാൻ വന്ന ആളുകളെ ഒരു SI ധീരമായിട്ട്, ഒരു SHO ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം വന്ന് വാഹന ആളുകളെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവുകയും മാറി നിൽക്കട എന്ന ധൈര്യത്തോടെ പറയുകയും ഒക്കെ ചെയ്തു. പിന്നെ ഏതാനും ചില ബൈക്ക് യാത്രക്കാരെയൊക്കെ തന്നെ തടയാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ എത്തുകയും ആ ബൈക്കിൽ തന്നെ എത്തിയിട്ടുള്ള ആളുകൾ ബൈക്കിന് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തടയുകയും ചെയ്തു. പിന്നെ നിരവധി സ്ഥലങ്ങളിൽ കടയടപ്പിക്കൽ പരിപാടികളൊക്കെ നടന്നു. ആ കടയടപ്പിക്കൽ പരിപാടികളോടൊക്കെ തന്നെ ജനങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി പെരുമാറി. കട അടക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കയ്യിലൊരു മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാത്തിനും ശേഷം യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇവിടെ എപ്പോഴും തന്നെ ഈ സമരം നടത്തുന്നത് ആരാണ് എന്ന് നോക്കിയാണ് നിലപാടെടുക്കുന്നത്. UDF ആണ് സമരം നടത്തുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. CPM ആണ് സമരം നടത്തുന്നതെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ഇളമര കരീമൊക്കെ തന്നെ പിച്ചി മാന്തി എന്ന് പറയുന്നൊരു പ്രസംഗമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് അന്ന് വിനു വി ജോൺ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഓട്ടോറിക്ഷയിൽ പോകുന്ന LDF ആഹ്വാനം ചെയ്തിട്ടുള്ള, CITU ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലിൽ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തെ പിടിച്ചിറക്കുകയും ഓട്ടോറിക്ഷക്കാരനെ മുഖമിടിച്ച് ചോര വരുത്തുകയും ചെയ്തതിനെക്കുറിച്ച് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരാതി പറയരുത് എന്ന് ഇളമര കരീം പറഞ്ഞപ്പോൾ, ഈ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത് ഇളമര കരീമിൻ്റെ കുടുംബമായിരുന്നെങ്കിൽ, ഇളമര കരീമിൻ്റെ മുഖമിടിച്ച് ചോര വരുത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ വിനു വി ജോൺ ചോദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അത് വലിയ സമരമായിട്ട് ഏഷ്യാനിൻ്റെ മുമ്പിലേക്കൊക്കെ മാറി. കൂടാതെ വിനു വി ജോണിൻ്റെ വീടിനകത്ത് എന്ന് നോട്ടീസ് പതിക്കുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ഏതാണ്ട് ഒരു മനോഭാവം തന്നെയാണ് ഈ സമരത്തോടുമൊക്കെ ഉള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഹർത്താലുകളെയൊക്കെ എതിർക്കാൻ തോന്നും, അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളെയും സമരം ചെയ്യുന്നവരെയൊക്കെ എതിർക്കാൻ തോന്നും. പക്ഷേ എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട്, ഇത്തരത്തിൽ 10% ആളുകളെ സമരം ചെയ്യാനൊക്കെ ഏതൊരു രാജ്യത്തും ഉണ്ടാവുള്ളൂ. പക്ഷെ അവരാണ് പലപ്പോഴും ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ 90% ജനങ്ങളും കൂടി ഇറങ്ങിത്തിരിഞ്ഞിട്ട് ഏതെങ്കിലും പ്രക്ഷോഭമോ വിപ്ലവമോ ഒന്നും ഒരു രാജ്യത്ത് നടന്നിട്ടില്ല. ഇപ്പോൾ നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു 10% ആളുകൾ. അവരെപ്പോഴും മറ്റു ആളുകളൊക്കെ റീൽസിൻ്റെയും അതുപോലെ എൻ്റർടൈൻമെൻറ്റൊക്കെ ലോകത്താണെങ്കിൽ ഇവരാണ് ഒരു രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ചും അനീതികൾക്കെതിരെ പ്രതികരിക്കാനും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ ദളിത് സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഒരു ഹർത്താലിന് മുൻകൈ എടുക്കുകയും അതിന് ഈ പറയുന്ന പോലെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. കേരളത്തിൽ അത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദളിത് സംഘടനകളുടെ ദൗർബല്യം കുറേ കൂടി വെളിയിൽ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കൂടാതെ നിങ്ങളുടെ വാദങ്ങളൊക്കെ തന്നെ പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സണ്ണിയം കവിക്കാടിനോടൊക്കെ പറയാനുള്ളത്. ഇന്നലെ ഒരു ചാനലിലിരുന്ന് അദ്ദേഹം പറയുന്നൊരു വാചകം കേട്ടു. അതായത്
ആശുപത്രിയിൽ പോകാൻ വിടില്ല, ആളുകളെ തടയുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമെന്ന് പറയുന്നത് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യമാണ്, അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം അബ്സല്യൂട്ട് അല്ല എന്നുള്ളതാണ് പറയുന്നത്. സണ്ണി എം കവിക്കാട് അറിയേണ്ടത് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതൊരു തീവ്ര നിലപാടാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഏതൊരു മരണത്തിനും ഏതൊരു അന്വേഷണത്തിനും തൃപ്തിയില്ലെന്ന് പറഞ്ഞ് ആർക്കും തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കാനും, ആ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ നിയമങ്ങളും അല്ല ഇവിടെ തീരുമാനിക്കുന്നത്, പകരം സണ്ണി എം കവിക്കാടോ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ ഇരുന്ന് തീരുമാനിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അതുകൊണ്ട് ഇന്ന് യാതൊരു വിധത്തിലുള്ള അബ്സല്യൂട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അവകാശവും നിങ്ങൾക്ക് ഇന്നൊരു ദിവസത്തേക്ക് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അടിയന്തരാവസ്ഥയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപിച്ച, അത് പിന്നെ പ്രധാനമന്ത്രിയായിരുന്നു, അവർക്ക് അതിനുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷേ ആ അധികാരം തന്നെ നിങ്ങൾ കേരളത്തിൽ ഏതാണ്ട് കയ്യിലെടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. സത്യത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ സണ്ണി എം കവിക്കാട് നാളെ വേറൊരു സമരത്തിന് സണ്ണി എം കവിക്കാടിനെ ആരെങ്കിലും വഴി തടഞ്ഞു നിർത്തിയിട്ട് ഇതുപോലെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരും പറയുകയാണ് ഇതേ വാചകം. ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യമാണ്, അതായത് അവർ തീരുമാനിക്കുകയാണ് സാഹചര്യം, അതുകൊണ്ട് അവർ പറയുന്നു ഇന്ന് നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് അബ്സല്യൂട്ട് അല്ല എന്നൊക്കെ പറഞ്ഞാൽ എവിടെ ചെന്ന് ഈ രാജ്യം അവസാനിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ സ്ട്രാറ്റജിക്കലിയുള്ള സമരമാർഗങ്ങളാണ് നിങ്ങൾ അവലംബിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോസൊക്കെ കറക്റ്റാണ്. കേരളത്തിലും അതുപോലെ ഇന്ത്യയിലുമൊക്കെ കൂടി വരുന്ന ഇത്തരത്തിലുള്ള ജാതി വിവേചനങ്ങൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യേണ്ടതാണ്. അത് 10% ആളുകളാണെങ്കിലും സമരം ചെയ്യേണ്ടതാണ്, 2% ആണെങ്കിലും പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മാർഗം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജനപിന്തുണ പിന്നെയും കുറയും. കാരണം പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു ചാനലിൽ നിന്നോ ഒരു മാധ്യമങ്ങളിൽ നിന്നോ സപ്പോർട്ടും കിട്ടുകയില്ല എന്നുള്ളത് ഓർക്കുന്നത് വളരെ നന്ന്.